അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖിനാൽ വിശുദ്ധ ഖുർആനിലെ ഒട്ടനേകം സൂറത്തുകളുടെ വിശദീകരണങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനും പഠിക്കുവാനും സാധിച്ചു. ഇൻഷാ അല്ലാഹ് ഇന്ന് സൂറത്തുൽ കാഫിറൂനാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. ആദ്യം അതൊന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. ഒന്നുകൂടി പാരായണം ചെയ്യാം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. ഈ സൂറത്തിൻ്റെ പേരുകളായി പറയപ്പെടുന്നത് ഒന്നാമത്തേത് സൂറത്തുൽ കാഫിറൂൻ എന്ന് തന്നെയാണ്. എന്നാൽ മറ്റു ഒരു പേരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൊക്കെ പറയുന്നത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നാണ്. സൂറത്തുൽ കാഫിറൂൻ എന്ന പേരിലും ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന പേരിലും ഈ സൂറത്ത് അറിയപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിത്ർ നിസ്കരിക്കാറുണ്ടായിരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളോട് പറയുന്നുണ്ട്, യഖ്റഉ ഫിൽ ഊല ബിസബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല. ആദ്യത്തെ ആയത്തിൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅലയും വഫി സാനിയതി ബിഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. അപ്പോൾ അവിടെ സൂറത്തുൽ കാഫിറൂൻ എന്ന് പറയേണ്ടടുത്ത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ആ ഹദീസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന പേരിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സൂറത്ത് അറിയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് ആ രണ്ട് പേരുകളാണ് ഈ സൂറത്തിൻ്റെ വിഷയത്തിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി ഈ സൂറത്തിൻ്റെ പ്രത്യേകതകൾ, ഒരുപാട് പ്രത്യേകതകൾ ഹദീസിലൂടെ വന്ന ഒരു സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വിത്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്യാറുള്ള ഒരു സൂറത്തായിരുന്നു ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ളത്. അപ്പോൾ അത് അതിൻ്റെ പ്രാധാന്യത്തെയാണ് ബോധ്യപ്പെടുത്തി തരുന്നത്. മറ്റൊന്ന് ഫജ്റിൻ്റെ സുന്നത്ത് നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നിഅമ സൂറതാനിഹുമാ, അവ രണ്ടെണ്ണം എത്ര നല്ല സൂറത്തുകളാണ്. തഖറഊനഹുമാ ഫിർ റക്അതൈനി ഖബ്ലൽ ഫജ്ർ, ഫജ്ർ നിസ്കാരത്തിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിൽ നിങ്ങളത് പാരായണം ചെയ്യണം. അതേതാണ് ആ 2 സൂറത്ത്? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ വഖുൽ ഹുവല്ലാഹു അഹദ്. അപ്പോൾ ഈ 2 സൂറത്താണ് ഫജ്റിൻ്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിൽ നമ്മോട് ഓതാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടുള്ളത് എന്നാണ്. മൂന്നാമത്തേത്, ഈ സൂറത്ത് പാരായണം ചെയ്യുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ പുകഴ്ത്തി പറയുന്നുണ്ട്. ഈ സൂറത്ത് പാരായണം ചെയ്ത ഒരു വ്യക്തിയെ പുകഴ്ത്തി പറയുന്നതായി ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും.
ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അന്ന റജുലൻ ഖാമ ഫറകഅ റകഅതൈ അൽ ഫജ്ർ ഫഖറഅ ഫി റകഅത്തിൽ ഊല ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. അപ്പോൾ ഒരാൾ ഫജ്റിന്റെ നിസ്കാരത്തിൽ, സുന്നത്ത് നിസ്കാരത്തിൽ ഈ സൂറത്ത് പാരായണം ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹാദാ അബ്ദുൻ അറഫ റബ്ബഹു, ഇത് അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ ഒരു അടിമയാണ് എന്ന് പറഞ്ഞു എന്നാണ്. അങ്ങനെ രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് പാരായണം ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹാദാ അബ്ദുൻ ആമന ബി റബ്ബിഹി, ഇത് റബ്ബിൽ യഥാർത്ഥ രൂപത്തിൽ വിശ്വസിച്ചവനാണ് ആര്, ഈ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് പാരായണം ചെയ്തവൻ എന്ന. ഈ രണ്ട് സൂറത്തിനും ചിലപ്പോഴൊക്കെ ചില പണ്ഡിതന്മാർ സൂറത്തുൽ ഇഖ്ലാസ് എന്നെന്ത് ചെയ്യാറുണ്ട്, വിശേഷിപ്പിക്കാറുണ്ട് എന്നുള്ളതാണ്. കാരണം ഖുൽ ഹുവല്ലാഹു അഹദിൽ ലാ ഇലാഹ ഇല്ലല്ലയുടെ ഒരു ഭാഗം സ്ഥിരപ്പെടുത്തുന്നുണ്ട്. നമ്മൾ സാധാരണ പറയാറുണ്ട് ലാ ഇലാഹ ഇല്ലല്ലക്ക് രണ്ട് റുക്കുനുകളാണ്. ഒന്ന് നഫിയാണ്, മറ്റൊന്ന് ഇസ്ബാത്താണ്. നഫി എന്ന് പറയുമ്പോൾ ലാ ഇലാഹ, ഒരു ഇലാഹും ഇല്ല, അപ്പം അത് നിഷേധിക്കലാണ്, അത് നിഷേധമാണ് ഒരു റുക്കൻ. മറ്റൊന്ന് ഇസ്ബാത്താണ്, സ്ഥിരപ്പെടുത്തലാണ്, ഇല്ലല്ലാ, ആരൊഴികെ, അള്ളാഹു ഒഴികെ എന്നാണ്. അപ്പൊ ഈ ലാ ഇലാഹ എന്ന ഭാഗം എവിടെ വരുന്നുണ്ട്, സൂറത്തുൽ കാഫിറൂനിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. സൂറത്തുൽ കാഫിറൂനിൽ ലാ ഇലാഹ ഇല്ല, ലാ ഇലാഹ എന്ന ഭാഗം വരുന്നു. എന്നാൽ അതേ സമയത്ത് ഇല്ലല്ലാ, അല്ലാഹ് മാത്രമാണ് ഇലാഹ് എന്ന ഭാഗം എവിടെ വരുന്നുണ്ട്, സൂറത്തുൽ ഇഖ്ലാസിൽ പ്രതിപാദിക്കപ്പെടുന്നുണ്ട് എന്നതുകൊണ്ട്. ഇനി മറ്റൊന്ന് ഈ സൂറത്തിന്റെ പ്രത്യേകതയായി പറയുന്നത്, ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് എന്ത് ചെയ്യണം, ഈ സൂറത്ത് പാരായണം ചെയ്യണം എന്നതാണ്. നൗഫൽ അൽ അശ്ജഇ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇഖ്റ ഇൻദ മനാമിക ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, നീ നിന്റെ ഉറക്കിന്റെ സമയത്ത് എന്ത് ചെയ്യണം, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ പാരായണം ചെയ്യണം. സുമ്മ നം അലാ ഖാതമതിഹാ, അത് പാരായണം ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, നീ കിടന്നുറങ്ങിയാൽ മദീന. ഫഇന്നഹാ ബറാഅത്തും മിനശ്ശിർക്ക്, അത് പാരായണം ചെയ്താലുള്ള മെച്ചെന്താ, ഷിർക്കിൽ നിന്ന് നിന്നെ അത് സംരക്ഷിക്കും എന്നതാണ്. അപ്പൊ ഷിർക്കിലേക്ക് എത്തിപ്പെടുന്നതിനെ തൊട്ട് നമ്മെ സംരക്ഷിക്കുന്നതാണെന്ത്, ഈ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ പാരായണം ചെയ്യുക എന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹദീസുകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഷിർക്ക് എന്നത് അതെന്ത് ചെയ്യും, വളരെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് അവന് ഷിർക്ക് എന്ന് മനസ്സിലാക്കാൻ എന്ത് ചെയ്യും, ചിലപ്പോൾ സാധിച്ചു കൊള്ളുന്നില്ല എന്നാണ്. ഏതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഇരുട്ടുള്ള രാത്രിയിൽ ഇരുട്ടുള്ള ഒരു കറുത്ത പാറക്കല്ലിന്റെ മുകളിൽ ഒരു കറുത്ത ഉറുമ്പ് പോയാൽ എന്ത് ചെയ്യാൻ പറ്റൂല, കാണാൻ പറ്റാത്തതുപോലെ ഷിർക്ക് എന്ത് ചെയ്യും, അത് അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ്. അപ്പൊ ആ ഷിർക്കിന് എന്ത് ചെയ്യണം, നമ്മൾ ഷിർക്കിന് നമ്മുടെ ജീവിതത്തിൽ ഷിർക്ക് വരുന്നതിനെ തൊട്ട് എന്ത് ചെയ്യണം, ശരണം തേടണം എന്നുള്ളതാണ്. അള്ളാഹുവിനോട് കാവലിനെ തേടണം. അതാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല തന്റെ കിതാബു തൗഹീദ് രചിക്കുന്ന സമയത്ത് അതിന്റെ ആദ്യ കുറച്ച് ബാബുകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹെഡിങ് ആണ്, ഒരു ശീർഷകമാണ്, അതായത് ഷിർക്കിനെ തൊട്ട് എന്ത് ചെയ്യുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നത്. വന്ന പ്രവാചകന്മാരൊക്കെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഷിർക്ക് തൻ്റെ ജീവിതത്തിൽ വരുന്നതിനെ തൊട്ട് കാവലിനെ തേടാറുണ്ടായിരുന്നു എന്നാണ്. കാരണം അത്രയും പ്രാധാന്യം എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഗൗരവം അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഷിർക്കിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു സൂറത്താണെന്ത്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ പാരായണം ചെയ്യുക എന്നത്. അതുകൊണ്ട് അത് വളരെ ഗൗരവത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് തൗഹീദ് നമുക്ക് കിട്ടി എന്നത് ഒരു വലിയ നിഅമത്താണ്. എന്നാൽ അത് എടുത്തു മാറ്റപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നിത്യവും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. ഷിർക്കിന്റെ ഏതൊക്കെ മേഖലയുണ്ടോ അതൊന്നും ജീവിതത്തിൽ കടന്നു വരാതിരിക്കാൻ, അതിൻ്റെ ഒരു കണിക പോലും ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് നിത്യവും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. എപ്പോഴാണ് ഒരു വ്യക്തി പ്രാർത്ഥിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുമ്പോഴാണ്. പലപ്പോഴും നമുക്ക് തൗഹീദ് മനസ്സിലായി, പക്ഷെ ആ തൗഹീദ് മനസ്സിലായതിനു ശേഷം റബ്ബേ ഷിർക്കിനെ തൊട്ട് ഞാൻ നിന്നോട് ശരണം തേടുന്നു എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ വളരെ കുറവാണെന്നുള്ളതാണ്. അപ്പോൾ ആ പ്രാർത്ഥന എന്ത് ചെയ്യണം, നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ തൗഹീദ് എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ മനസ്സിൽ അതിൻ്റെ പ്രാധാന്യവും അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയ സത്യത്തിൻ്റെ ആഴവും നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പാരായണം ചെയ്യുക എന്നുള്ളത് സുന്നത്താക്കപ്പെട്ട വിഷയമാണ്.
അഞ്ചാമത്തേത് ഈ സൂറത്തും അതേപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസും കഅബയെ ത്വവാഫ് ചെയ്ത് കഴിഞ്ഞ ശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്നും നമുക്ക് കാണാൻ സാധിക്കും. ഇമാം മുസ്ലിം റഹ്മഹുല്ല ഉദ്ധരിക്കുന്ന ഹദീസാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖറഅ ബിഹാദിഹി സൂറത്തി വബിഖുൽ ഹുവല്ലാഹു അഹദ് ഫി റക്അതൈ അത്വാഫ്. ത്വവാഫിന്റെ ആ 2 റക്അത്ത് നിസ്കാരത്തിൽ ഈ 2 സൂറത്തും പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്ന്. ഇനി ആറാമത്തേത് മഗ്രിബിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തിൽ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസ്തുത സൂറത്താണ് പാരായണം ചെയ്യാറുണ്ടായിരുന്നത് എന്ന്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സുന്നത്ത് നിസ്കാരത്തിൽ സ്വന്തത്തെ ഓർമ്മപ്പെടുത്തിയ ഒരു വിഷയമായിരുന്നു എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാ എന്നത്. അതായത് ജീവിതത്തിൽ അള്ളാഹുവിനെ മാത്രമേ ഇടപെടിപ്പിക്കുകയുള്ളൂ എന്നും അതേപോലെ തന്നെ മറ്റുള്ള ഇതര സൃഷ്ടികളെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും വെടിയും പൂർണ്ണമായും ഒഴിവാക്കും എന്ന ആശയം നിത്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ആ തൗഹീദാണെന്ത്? ഒരു മനുഷ്യൻ്റെ ഇന്ധനം എന്നാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവനെ മുന്നോട്ട് നയിക്കുന്നത് തൗഹീദാണ്. അതുകൊണ്ടാണ് ആ തൗഹീദിൻ്റെ ആശയങ്ങൾ അടങ്ങുന്ന സൂറത്ത് നിത്യവും പാരായണം ചെയ്യാറുണ്ടായിരുന്നത് എന്നാണ്. കാരണം തൗഹീദുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അങ്ങേയറ്റത്തെ സമാധാനം എന്തുണ്ടാവും? അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന. അതാണ് പണ്ഡിതന്മാരോട് എന്താണ് ജീവിതത്തിൽ സമാധാനം നൽകുന്ന ഘടകം എന്ന് ചോദിക്കുമ്പോൾ പറയാ തൗഹീദാണെന്നാണ്. തൗഹീദ് ഉണ്ടെങ്കിൽ അവർക്ക് എന്തുണ്ടാകും? സമാധാനം ഉണ്ടാകുന്ന. കാരണം തൗഹീദ് ഇല്ലാത്ത ആളുകളെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വല്ല രോഗം ബാധിച്ചു, അതല്ലെങ്കിൽ പ്രയാസം ഉണ്ടായി, അവർ അള്ളാഹുവിലേക്ക് തിരിയുന്നതിന് പകരം സൃഷ്ടികളിൽ നിന്ന് സൃഷ്ടികളിലേക്ക് എന്ത് ചെയ്യാണ്? ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കാൻ ഒരു രോഗത്തിൻ്റെ പേരിൽ, അതല്ലെങ്കിൽ വല്ല പ്രയാസത്തിൻ്റെയും പേരിൽ. എന്നാൽ തൗഹീദുള്ളവനെ സംബന്ധിച്ചിടത്തോളം എന്തില്ല? അങ്ങനെ ഒരു ബേജാറയില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹു സ്വീകരിക്കും എന്ന ഉറപ്പെന്തുണ്ട്? അവൻ്റെ മനസ്സിൽ ഉണ്ട് എന്നതാണ്. അപ്പം അത് വലിയ തൗഫീഖാണ്. അത് വലിയ തൗഫീഖായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നാണ്. കാരണം തൗഹീദില്ലാത്ത ഒരുപാട് ആളുകൾ അറിവിൽ വളരെ ഉന്നതന്മാരാണ്, പക്ഷെ എന്തില്ല? തൗഹീദില്ല എന്നതാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ തൗഹീദ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് സമാധാനം നൽകുന്നുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ആലോചിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആ തൗഹീദ് നമുക്ക് സമാധാനം നൽകുന്നുണ്ടോ? പ്രവാചകന്മാരുടെ ചരിത്രങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ സമാധാനം നൽകിയത് ആ തൗഹീദാണ്. ആ തൗഹീദിലുള്ള അടിയുറച്ച വിശ്വാസമാണ് എന്ത് ചെയ്തത്? അവർക്ക് ഏറ്റവും കൂടുതൽ സമാധാനം നൽകിയതാണ്. അതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടലിൻ്റെ അടുത്ത് എത്തിപ്പെട്ടു. ബാക്കിൽ ഫിർഔനും കൂട്ടരും വരുന്നുണ്ട്. ആ സമയത്താണ് മൂസാ നബിയുടെ സമൂഹം പറയുന്നത് എന്ത്? ഇന്ന ലമുദ്റകൂൻ, നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ. നമ്മൾ എന്ത് ചെയ്യും? ഈ ശത്രുക്കളാൽ പിടിക്കപ്പെടും. നീയും നിന്റെ റബ്ബും പോയിട്ട് എന്ത് ചെയ്തോ? യുദ്ധം ചെയ്തോ എന്ന് പറയുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നെന്താ? ഇന്ന മഅയ റബ്ബി, എൻ്റെ കൂടെ ആരുണ്ട്? എൻ്റെ റബ്ബുണ്ട്. സയഹ്ദീൻ, ആ റബ്ബെന്തെയും എന്നെ നേർമാർഗത്തിലേക്ക് നയിക്കുക തന്നെ ചെയ്യുന്ന. അപ്പം അത് ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് അങ്ങനെ ഒരു ആശയം വരാനുള്ള കാരണം എന്താ? അള്ളാഹുവിനോടുള്ള അചഞ്ചലമായ വിശ്വാസമായിരുന്നു എന്നാണ്. അതായത് ഒരു കടൽ മുന്നിൽ കാണുമ്പോൾ പോലും എൻ്റെ റബ്ബിന് ഇതെല്ലാം മറികടക്കാൻ സാധിക്കും എന്ന അങ്ങേയറ്റത്തെ വിശ്വാസം മനസ്സിലുണ്ടായത് കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുതന്നെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വിഷയവും. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഓരോ പ്രവാചകന്മാരും എന്ത് ചെയ്തിട്ടുണ്ട്? ആ രൂപത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറിയം ബീവിയെക്കുറിച്ച് പറയുന്ന ഒരു സംഭവമുണ്ട്. മറിയം ബീവിക്ക് കുട്ടി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഭർത്താവിൻ്റെ ഒരു സ്പർശനവും ഇല്ലാതെയാണ് കുട്ടി ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വയറെന്തെയും വലുതാവും. വയറ് വലുതാകുമ്പോൾ ഇങ്ങനെ വയറ് വലുതായി വരും. സ്വാഭാവികമായിട്ടും ഒരാൾക്ക് എന്തുണ്ടാകും? ഒരു പേടി ഉണ്ടാവും. അപ്പം മറിയം ബീവിയുടെ ഒരു കുടുംബക്കാരൻ യൂസുഫ് അൻ നജ്ജാർ എന്ന് പറയുന്ന ഒരു കുടുംബക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ചോദിക്കാനൊരു മടി. എന്നാൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം മറിയം ബീവിയോട് ആദ്യം ചോദിക്കുകയാണ്, ഞാൻ ചോദിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് മറിയം ബീവി പറയുന്നുണ്ട്, നീ ചോദിച്ചോ, പക്ഷെ എന്ത് ചെയ്യണം? വളരെ ഭംഗിയാർന്ന വാക്കുകളോട് കൂടിയായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ചോദിക്കേണ്ടതെന്നാണ്. അങ്ങനെ ചോദിക്കുന്നത് എന്തെന്ന് വെച്ചാൽ വിത്തില്ലാതെ എന്ത് ചെയ്യോ? വിത്തില്ലാതെ ഒരു കാര്യം മുളക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ആ സമയത്ത് മറിയം ബീവി എന്ത് പറയും? ആദ്യം അള്ളാഹു മരങ്ങളെ സൃഷ്ടിച്ച സമയത്ത് എന്തില്ല? വിത്തില്ല. വിത്തില്ലാതെയാണ് എന്ത് ചെയ്തത്? മരങ്ങളെ സൃഷ്ടിച്ചത്. അങ്ങനെ എന്ത് ചെയ്യും? ഓരോ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് പറയും, ഇപ്പോൾ എന്താണ് നിൻ്റെ അഭിപ്രായം എന്ന് ചോദിക്കും. അപ്പം
അപ്പോൾ പറയും അഅലം, ഞാൻ മനസ്സിലാക്കുന്നു, അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹ് എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാണ്. അപ്പം അല്ലാഹ് എല്ലാത്തിനും കഴിവുള്ളവനാണ്. അള്ളാഹുവിന് ഒരു കാര്യം നടത്തണമെങ്കിൽ ഒരു കാരണത്തിൻ്റെയും എന്തില്ല, ആവശ്യമില്ല എന്ന് തിരിച്ചറിയുന്നിടത്താണ് എന്ത്, ഒരാളുടെ തൗഹീദ് തഹ്ഖീഖാവുക, അത് സാക്ഷാത്കരിക്കാൻ സാധിക്കുക എന്നതാണ്. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം തൗഹീദ് ഉള്ളത് കൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും വളരെ തൃപ്തകരമായ ജീവിതം നമുക്ക് ജീവിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയ തൗഹീദ് അത് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുക എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇതാണ് സൂറത്തിൻ്റെ ആമുഖമായി നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി ഈ സൂറത്ത് അവതീർണമായത് മക്കയിലാണ്. ഈ സൂറത്ത് അവതീർണമാകുന്നത് മക്കയിലാണ്. സൂറത്തിൻ്റെ പ്രധാന ലക്ഷ്യമായി കൊണ്ട് പറയപ്പെടുന്നത് അൽ ബറാഅത്തുൽ മുത്ലഖ ബൈനൽ മുവഹിദീന വൽ മുശ്രിക്കീൻ, മുവഹിദീങ്ങൾക്കിടയിലും മുശ്രിക്കീങ്ങൾക്കിടയിലുമുള്ള വ്യക്തമായ വേർതിരിവാണെന്ത് ഈ സൂറത്തിൽ പരാമർശിക്കുന്നത്. ഇനി ഈ സൂറത്തിൻ്റെ വിഷയങ്ങളാണ്, ഈ സൂറത്തിൽ അടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ. ഒന്ന്, അവിശ്വാസികളിൽ നിന്നും ചെയ്യുന്നു ബറാഅത്ത്, അവരിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ അവർ ആരാധിക്കുന്നത് എന്തിനെയാണോ അതിൽ നിന്നും എന്ത് ചെയ്യുന്നു, വിട്ടു നിൽക്കുന്നു എന്നതാണ്. മറ്റൊന്ന്, അവരിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ട് ആരെയാണ് നമ്മൾ ആരാധിക്കുക, യഥാർത്ഥ ആരാധ്യനെയാണ് നമ്മൾ ആരാധിക്കുക എന്നുള്ളതാണ്. അതാണ് ഈ സൂറത്തിൽ അടങ്ങിയിട്ടുള്ള വിഷയം. ഇനി ഈ സൂറത്തിൻ്റെ ഒന്നാമത്തെ ആയത്താണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. അപ്പോൾ അവിടെ കുൽ എന്ന് പറഞ്ഞിട്ടാണ് ആരംഭിക്കുന്നത്. എന്താ കുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിയിൽ നബിയെ താങ്കൾ പറയുക. ശുദ്ധ ഖുർആൻ മൊത്തം പറയേണ്ടത് തന്നെയാണ്, പക്ഷെ ഇതെന്ത് ചെയ്തു, കുൽ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. കാരണം അത് ഗൗരവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ കാര്യം എന്ത് ചെയ്യണം, പ്രത്യേകമായും എടുത്തു പറയണം എന്ന ആ ഗൗരവത്തിൻ്റെ ഭാഷ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നതാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനിലെ 5 സൂറത്തുകളാണ് എന്ത് ചെയ്യുന്നത്, കുൽ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നത്. ഏതൊക്കെയാണ് 5 സൂറത്തുകൾ? ഇഖ്ലാസ്, ഫലഖ്, നാസ്, കാഫിറൂന്, ജിന്ന്. ഈ 5 സൂറത്തുകളാണ് എന്ത് ചെയ്യുന്നത്, കുൽ ഊഹിയ ഇലയ്യ എന്ന് പറഞ്ഞിട്ടാണ് ജിന്ന് ആരംഭിക്കുന്നത്. അപ്പോൾ ഈ 5 സൂറത്തുകളും കുൽ എന്ന വാചകത്തിലാണ് ആരംഭിക്കുന്നത് എന്നാണ്. അപ്പോൾ എന്താണ് പറയേണ്ടത്, യാ അയ്യുഹൽ കാഫിറൂൻ. അപ്പോൾ യാ അയ്യുഹ എന്നത് നിദ ആണ്, വിളിക്കുന്നതാണ്. നമ്മൾ മലയാളത്തിൽ എന്ന് വിളിക്കുന്ന പോലെ യാ അയ്യുഹൽ കാഫിറൂൻ, കാഫിരീങ്ങളെ എന്നെന്ത് ചെയ്യണം, വിളിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കാഫിർ എന്ന പ്രയോഗം അതിൽ ആരൊക്കെ പെടുന്നു ചോദിച്ചു കഴിഞ്ഞാൽ യഹൂദികൾ, നസ്രാനികൾ, മുശ്രിക്കുകൾ, ഇവരൊക്കെ എന്ത് ചെയ്യും, ആ കാഫിർ എന്ന പ്രയോഗത്തിൽ അവർ ഉൾപ്പെടും എന്നുള്ളതാണ്. അതേപോലെ തന്നെ മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സൂറത്തും അതേപോലെ തന്നെ ഇഖ്ലാസും രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പല നിസ്കാരത്തിലും ഓതിയിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാത്രിയുടെ അവസാന സമയത്തും രാവിലെയുടെ തുടക്ക സമയത്തും എന്ത് ചെയ്തിരുന്നു, ഈ സൂറത്ത് കൊണ്ടായിരുന്നു നബി രാത്രി അവസാനിപ്പിക്കുകയും രാവിലെ തുടങ്ങുകയും ചെയ്യാറുണ്ടായിരുന്നത് എന്നാണ്. വിത്ർ കൊണ്ട് അവസാനിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി എങ്ങനെ അവസാനിപ്പിക്കൽ, വിത്ർ കൊണ്ടാണ്, വിത്റിലൂടെയാണ് അവസാനിപ്പിക്കുക എന്നാണ്. ഇനി ആരംഭിക്കൽ എങ്ങനെയാണ്, ആരംഭിക്കുന്നത് ഫജറിന്റെ തൊട്ടു മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിലാണ്. അപ്പൊ ഈ 2 സമയത്തും ഈ 2 നിസ്കാരത്തിലും പാരായണം ചെയ്ത സൂറത്ത് ഏതാണ്, ഈ പറഞ്ഞ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും ഖുൽ ഹുവല്ലാഹു അഹദുമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അതിൽ നിന്ന് തന്നെ ഈ സൂറത്തിൻ്റെ പ്രാധാന്യം അത് വളരെ വലുതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് വിളിക്കണം എന്നാണ് പറഞ്ഞത്, അൽ കാഫിറൂൻ. അപ്പം കാഫിറൂൻ എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മോശമായൊരു പ്രയോഗമാണ്, മോശമായ അവരെ നിന്ദിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രയോഗമാണ് എന്നതാണ്. ലിഅന്നഹു സിഫത്തു ദമ്മിൻ ഇൻദ ജമീഇൽ ഖൽഖ്, എല്ലാ മനുഷ്യരുടെയും അടുക്കൽ അതൊരു മോശമായ വിശേഷണമാണ് എന്നതാണ് അൽ കാഫിറൂൻ. അപ്പം എന്ത് ചെയ്യണം, അങ്ങനെ തന്നെ ആ രൂപത്തിൽ തന്നെ എന്ത് ചെയ്യണം, നബിയെ താങ്കൾ അഭിസംബോധനം ചെയ്യണം എന്നാണ്. ഇത് ഈ സൂറത്തിൻ്റെ അവതരണ പശ്ചാത്തലം, ഈ സൂറത്ത് ഇറങ്ങാനുള്ള ഒരു കാരണം പറയുന്നത്, മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ ചില ആളുകൾ എന്ത് ചെയ്യും, നബിയോട് വന്നിട്ട് പറയും, കുറച്ചു കാലം എന്ത് ചെയ്യാം നബിയെ, നീ ഞങ്ങളെ ദീൻ എന്ത് ചെയ്യണം പറയണം, കുറച്ചു കാലം എന്ത് ചെയ്യും ഞങ്ങൾ നിൻ്റെ ദീനും എന്ന നിലക്കൊരു കോംപ്രമൈസ് ലെവലിൽ എന്ത് ചെയ്തു സംസാരിച്ചപ്പോഴാണ് എന്ത് പറഞ്ഞത്, ഈ ആയത്ത് അല്ലാഹു ഇറക്കിക്കൊടുത്തതെന്നാണ്, ഈ സൂറത്ത് ഇറക്കിക്കൊടുത്തത്. അപ്പോൾ ഈ സൂറത്ത് ഇറങ്ങിയതോടുകൂടി തൗഹീദും ശിർക്കും തമ്മിൽ എന്ത് ചെയ്തു, കൃത്യമായ ഒരു വേർതിരിവ് അതിലുണ്ടായി എന്ന് നമുക്ക്
മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഒന്നാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുൽ നബിയെ താങ്കൾ പറയുക, യാ അയ്യുഹൽ കാഫിറൂൻ, ഓ കാഫിരീങ്ങളെ എന്ന് എന്ത് ചെയ്യണം, നീ അവരെ അഭിസംബോധനം ചെയ്യണം എന്നാണ്. എന്താണ് എന്നിട്ട് പറയുന്നത്? ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു. അപ്പോൾ ആ സൂറത്തിലെ 2ഉം 3ഉം ആയത്തും അതേപോലെ തന്നെ 4ഉം 5ഉം ആയത്തും തമ്മിൽ എന്തുണ്ട്? സാമ്യത ഉണ്ട്. രണ്ടും ഒരേ ആശയാണ്, രണ്ടും ഒരേ ആശയാണ് കിട്ടുന്നത്. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു. ആ രണ്ടായത്തും വലാ അന ആബിദു മാ അബത്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, രണ്ടും ഒരേ ആശയം. ആശയത്തിൽ എന്തില്ല? വ്യത്യാസമില്ല. പക്ഷെ പദങ്ങളുടെ ഘടനയിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. പദങ്ങളുടെ ഘടനയിൽ വ്യത്യാസമുണ്ട്. അപ്പം എന്താ പറയുന്നത്? ലാ അഅ്ബുദു, ഞാൻ എന്ത് ചെയ്യൂല, ഞാൻ ആരാധിക്കുന്നില്ല. മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്ന ഒന്നിനെ ഞാൻ ആരാധിക്കുന്നില്ല എന്നാണ്. കാരണം അവർ ആരാധിക്കുന്നത് എന്തിനെയാണ്? നാഖിസായ, അതായത് ഒന്നിനും കൊള്ളാത്ത വിഗ്രഹത്തെയാണ് എന്ത് ചെയ്യുന്നത്? അവർ ആരാധിക്കുന്നത് എന്നാണ്. ഒന്നിനും കൊള്ളാത്ത വിഗ്രഹങ്ങളെ. അവിടെയാണ് സൂറത്തു സുമറിലെ 64-ാമത്തെ ആയത്തിൽ പറയുന്നത്, കുൽ നബിയെ താങ്കൾ പറയുക, അഫഗൈറല്ലാഹി തഅ്മുറൂനി അഅ്ബുദു അയ്യുഹൽ ജാഹിലൂൻ, ഓ ജാഹിലീങ്ങളെ, അറിവില്ലാത്തവരെ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത് എന്നാണ്. അപ്പൊ അതിൽ നിന്ന് എന്ത് കിട്ടി? അല്ലാഹുവെ അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ അവരാരാണ്? ജാഹിലീങ്ങളാണ്, അറിവില്ലാത്ത ആളുകളാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്തത്? അവരെ വിശേഷിപ്പിച്ചത് എന്നാണ്. കാരണം ഒരു അറിവുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല? അല്ലാത്ത ഒരാളെ ആരാധിക്കാൻ സാധിക്കുകയില്ല എന്നതാണ്. കാരണം ഒരു വ്യക്തി ഈ ഭൂമി നിയന്ത്രിക്കുന്നതും ഈ ഭൂമിയിൽ നടക്കുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ അള്ളാഹു ആണ് എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ആ വിശ്വസിക്കുന്ന വ്യക്തി തന്നെ അല്ലാത്തവരെന്ത് ചെയ്യുന്നു? ആരാധിക്കുന്നു എന്നതെന്താണ്? ജഹ്ലാണ്, എന്നത് അറിവില്ലായ്മയാണ്. അപ്പൊ അവിടെ അള്ളാഹുവിന്റെ റുബൂബിയത്ത്, അള്ളാഹു ആണ് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതും ചെയ്യുന്നതും എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ ആരാധിക്കേണ്ടത് ആരെ മാത്രമാണ്? അള്ളാഹുവിനെ മാത്രമാണ് അവൻ ആരാധിക്കേണ്ടത് എന്നതാണ്. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, നിങ്ങൾ ആരാധിച്ചു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിന് ഞാൻ എന്ത് ചെയ്യൂല, ഞാൻ ഒരിക്കലും ആരാധിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അവരുടെ ആരാധ്യന്മാരിൽ നിന്ന് എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട്ടുനിന്നു. ഇനി അടുത്ത ആയത്ത്, വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, നിങ്ങൾ വലാ അൻതും ആബിദൂൻ, നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? ആരാധിക്കുന്നില്ല. വലാ ഇല്ല, അൻതും നിങ്ങൾ, ആബിദൂന ആരാധിക്കുന്നില്ല, മാ അഅ്ബുദ് ഞാൻ ആരാധിക്കുന്നതിനെ. അപ്പൊ ഞാൻ ആരാധിക്കുന്ന അള്ളാഹുവിനെ എന്ത് ചെയ്യുന്നില്ല? നിങ്ങൾ ആരാധിക്കുന്നില്ല എന്നാണ്. അപ്പൊ ചിലപ്പോൾ ഈ ആയത്ത് ആര് കൊണ്ടുവരാറുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമസ്തക്കാരെന്ത് ചെയ്യാറുണ്ട്? ഈ ആയത്ത് കൊണ്ടുവന്നിട്ട് പറയും, അവരെന്ത് ചെയ്തിട്ടില്ല? മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിനെ ആരാധിച്ചിട്ടില്ല എന്ന് പറയും. അപ്പൊ എന്താ നമ്മൾ മറുപടി പറയാ? അപ്പൊ ഇവിടെ ആരാധിച്ചിട്ടില്ല എന്ന് പറയാനുള്ള കാരണം, ഒരു ആരാധനയാകണമെങ്കിൽ എന്ത് ചെയ്യണം? അള്ളാഹനെ മാത്രം ആരാധിക്കണം. ഇഖ്ലാസ് ഇല്ലെങ്കിൽ എന്തല്ല? ഇഖ്ലാസ് ഇല്ലെങ്കിൽ അത് ആരാധനയുടെ പരിധിയിൽ വരൂല എന്നാണ്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? നിങ്ങൾ ആരാധിച്ചത് എന്തല്ല? ആരാധനയല്ല എന്ന് പറഞ്ഞത്. അതല്ലാതെ അവർ അള്ളാഹുവിനെ ആരാധിച്ചിട്ടില്ല എന്ന പൂർണ്ണ സ്വരത്തിൽ പറഞ്ഞതല്ല. വേറെ മറ്റു പല ആയത്തുകളും എന്ത് ചെയ്യുന്നുണ്ട്? വളരെ കൃത്യമായി പറയുന്നുണ്ട്, അവർ അള്ളാഹുവിനെ മനസ്സിലാക്കിയിരുന്നു, അവർ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു എന്ന് വളരെ കൃത്യമായി മനസ്സിലാകുന്ന ഒരുപാട് ആയത്തുകളുണ്ട്. ഫഇദാ റകിബൂ ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, വളരെ വ്യക്തമായ ആയത്തിൽ പറയുന്നുണ്ട്, അവർ കപ്പലിൽ കയറിക്കഴിഞ്ഞാൽ ആരോടാ പ്രാർത്ഥിക്കുക? അള്ളാഹുവിനോടാണ്. അത് എങ്ങനെയാ പ്രാർത്ഥിക്കുക? മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസോടുകൂടിയായിരിക്കും അവർ പ്രാർത്ഥിക്കുക എന്നാണ്. അപ്പൊ അള്ളാഹുവിൽ എന്തുണ്ട്? അവർക്ക് അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ മൊത്തത്തിലുള്ള വിശ്വാസം ഉണ്ടായിരുന്നു, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു എന്ന് തന്നെയാണ്. പക്ഷേ ആ പ്രാർത്ഥനയാകണമെങ്കിൽ എന്ത് വേണം? അത് അള്ളാഹ്ക്ക് മാത്രം നൽകണം. അപ്പൊ അള്ളാഹ്ക്ക് മാത്രം നൽകാത്തത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നത്, വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, നിങ്ങൾ ഞാൻ ആരാധിക്കുന്നതിന് നിങ്ങളെന്ത് ചെയ്യൂല? നിങ്ങളും ആരാധിക്കുന്നില്ല എന്ന് പറയാൻ കാരണം. അപ്പം അത് ഒരു ഇബാദത്ത് ആകണമെങ്കിൽ അതിൽ ഇഖ്ലാസ് ഉണ്ടാകണം. അതിപ്പോൾ നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ എന്ത് വേണം? അവിടെ ഇഖ്ലാസ് ഉണ്ടാകണം എന്നുള്ളതാണ്. ഇഖ്ലാസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യൂല?
നമ്മുടെ ഇബാദത്തും അള്ളാഹു സ്വീകരിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല എന്നാണ്. അപ്പോൾ നമ്മൾ ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇഖ്ലാസ് എന്നത്. കാരണം നമ്മൾ ഇബാദത്ത് ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതെന്തായി മാറും? നമ്മുടെ ശീലമായി മാറും. പിന്നെ ശീലമായി മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥകളോ അതിൽ നടക്കുന്നത് എന്താണെന്നുള്ള ഒരു ചിന്ത നമ്മിൽ നിന്ന് അറിയാതെ എന്ത് ചെയ്യും? നമ്മൾ അശ്രദ്ധരായി പോകുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പോൾ നിസ്കരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്ക് കൊടുക്കുന്നു, എല്ലാവരും പള്ളിക്ക് വരുന്നു, ഞാനും പോകുന്നു, കൈ കെട്ടുന്നു, സലാം കൊട്ടുന്നു, എന്നിട്ട് ഇങ്ങനെ പോകുന്നു. മറിച്ച് ആ നിസ്കാരത്തിൽ എന്ത് കിട്ടിയെന്ന് ചോദിച്ചാലോ, ആ നിസ്കാരത്തിൽ എന്ത് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒന്നും ഉണ്ടാവാത്തൊരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിസ്കാരത്തിൽ അങ്ങേയറ്റത്തെ ഏകാഗ്രത ഒരു മനുഷ്യനുണ്ടാകണം, അങ്ങേയറ്റത്തെ ഇഖ്ലാസ് ഒരു മനുഷ്യനുണ്ടാകണം. ഞാൻ അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് നിസ്കരിക്കുന്നത് എന്ന ആ നീയത്തിൽ വളരെ ഖുശൂഅോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നിസ്കരിക്കേണ്ടത് എന്നുള്ളതാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരാൾ നിസ്കരിക്കുന്നു, എന്നിട്ട് ആ നിസ്കാരത്തിൽ അവന് രേഖപ്പെടുത്തുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവസാനം പറഞ്ഞു, ചില ആളുകൾക്ക് നിസ്ഫാണ് രേഖപ്പെടുത്തുക എന്നാണ്. 10ൽ വെറും അരയായിരിക്കും എന്ത് ഓൻകോൻ്റെ നിസ്കാരത്തിൽ ലഭിച്ചിട്ടുണ്ടാവുക എന്നതാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കുന്ന സമയത്ത് അങ്ങേയറ്റത്തെ ഖുശൂഅോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നിസ്കരിക്കേണ്ടത്. അതിൽ അള്ളാഹു നമ്മെ കാണുന്നുണ്ട്, ഞാൻ അള്ളാഹുവിനോടാണ് സംവദിക്കുന്നത്, ഞാൻ അള്ളാഹുവിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന കൃത്യമായ ബോധ്യത്തോടു കൂടി വഖാറത്തോടു കൂടിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നിൽക്കേണ്ടത് എന്നാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു സൃഷ്ടിയുടെ മുമ്പിൽ എന്തെങ്കിലും നമുക്ക് ജോലി സംബന്ധമായ വല്ല കാര്യത്തിനോ നമ്മൾ പോകുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ കുറച്ച് മുമ്പ് തന്നെ പോകും, സമയം എന്ത് ചെയ്യും? ക്രമീകരിച്ച് മുമ്പ് തന്നെ എപ്പോഴാണോ എത്തേണ്ടത് അതിൻ്റെ അരമണിക്കൂർ മുമ്പ് തന്നെ നമ്മൾ എത്തും. നമ്മുടെ വസ്ത്രങ്ങളൊക്കെ എന്ത് ചെയ്യും? നമ്മൾ വളരെ കൃത്യമായി വസ്ത്രങ്ങളൊക്കെ ധരിച്ച് എന്താണോ ധരിക്കേണ്ടത് കളറും മറ്റൊക്കെ മാച്ചാക്കിയിട്ടായിരിക്കും എന്താ പോവുക. ഇനി അവിടെ ഇരുന്നാൽ തന്നെ നമ്മൾ അശ്രദ്ധരാകുന്ന അവസ്ഥ ഉണ്ടാവുമോ? ഇല്ല. വളരെ ശ്രദ്ധിച്ച് എന്താണോ പറയുന്നത് എന്ന് കേട്ട് ഉത്തരം പറയാൻ നമ്മളിങ്ങനെ കാത്തു നിൽക്കുകയായിരിക്കും. എന്നാൽ നമ്മൾ ആലോചിക്കേണ്ടത് അതിനേക്കാളുമെല്ലാം ഉപരി എല്ലാത്തിനെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്. അതായത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയും ആകാശവും ഒക്കെ അള്ളാഹുവിൻ്റെ വലത്തെ കയ്യിൽ അള്ളാഹു ചുരുട്ടി വെക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പം അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് യാതൊന്നും തോന്നുന്നില്ല എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ട്? ആ നിസ്കാരത്തെ നമ്മൾ പുതുക്കി പണിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആ നിസ്കാരത്തിലൊരു മാറ്റം നമ്മൾ വരുത്തേണ്ടതുണ്ട് എന്ന് വളരെ അനിവാര്യമായൊരു കാര്യമാണ്. കാരണം ഖുശൂ ഇല്ലെങ്കിൽ എന്തില്ല? നിസ്കാരമില്ല. വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. അപ്പോൾ ഖുശൂ ഉള്ള ആളുകൾക്കല്ലാത്ത ബാക്കിയുള്ള ആളുകൾക്കൊക്കെ അത് ഭയങ്കര പ്രയാസമായിരിക്കുന്ന നിസ്കാരം വലിയ പ്രയാസമായിട്ട് മാറും എന്നതാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ വഇദാ ഹസബഹു അംറുൻ ഫസഅ ഇലസ്സലാ. നബിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ എന്താ ചെയ്യുക? നേരെ നിസ്കരിക്കാനാണ് പോകുന്ന. കാരണം ആ നിസ്കാരത്തിൽ അവർക്ക് എന്തുണ്ടായിരുന്നു? ഒരു സമാധാനം അവർക്ക് ലഭിച്ചിരുന്നു എന്നാണ്. കാരണം അത് അള്ളാഹുവുമായിട്ട് നേരിട്ട് കണക്ഷൻ ഉള്ള ഒരു ഇബാദത്താണ് എന്ത്? നിസ്കാരം എന്നത്. അപ്പോൾ ദുനിയാവിലെ എന്ത് പ്രശ്നങ്ങൾ നേരിടുമ്പോഴും ആ പ്രശ്നങ്ങൾ അള്ളാഹുവിലേക്ക് തട്ടിക്കുമ്പോൾ അവർക്കത് പ്രശ്നമല്ലാതായി മാറിയിരുന്നു എന്നാണ്. അതാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞത്? അരിഹ്നാ യാ ബിലാൽ, ഓ ബിലാലെ നീ ഞങ്ങൾക്ക് എന്ത് റാഹത്ത് താന്നാണ്. എങ്ങനെ? ബാങ്ക് വിളിച്ചുകൊണ്ട് നിസ്കാരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നമുക്കൊരു റാഹത്ത് നീ എന്ത് ചെയ്യണം? നൽകണം എന്നാണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിൽ ശുഗ്റിലാവുക, വ്യാപൃതരാവുക എന്നതായിരുന്നു എന്ത്? അവർക്ക് റാഹത്ത് നൽകിയിരുന്ന വിഷയം എന്നാണ്. അവർക്കതായിരുന്നു സമാധാനമേകിയിരുന്നത്. അവിടെയാണ് ചില സഹാബാക്കളെ കുറിച്ച് പറയുന്നത്, നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യാറുണ്ടായിരുന്നു? ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ എന്ന രൂപത്തിലായിരിക്കും എന്ത് ചെയ്യുക? അവർ ആലോചിക്കാറുള്ളത് എന്നാണ്. എന്നാൽ നമ്മുടെ ആലോചനയോ ഇത് കഴിയുന്നുണ്ടോ, ഇതിപ്പോൾ കഴിയോ എന്ന കോലത്തിൽ എന്ത് ചെയ്യുക? ആലോചിക്കാം. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ സമയം ചെലവഴിക്കുന്നത് അവരറിയാറുണ്ടായിരുന്നില്ല എന്നാണ്. അത്രയും നിസ്കാരത്തിൽ മുഴുകിയിട്ടായിരുന്നു അവർ നിസ്കരിക്കാറുള്ളതെന്നാണ്. ചില താബിഈ പണ്ഡിതന്മാരെ കുറിച്ചൊക്കെ പറയുന്നത്, അദ്ദേഹം നിസ്കരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? പള്ളിയുടെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴുന്നതാണ്. അങ്ങനെ അദ്ദേഹം നിസ്കരിക്കും, നിസ്കാരം തുടരും. ചില ആളുകളൊക്കെ എന്ത് ചെയ്യും? പള്ളിയിൽ നിന്ന് പുറത്തു പോകും, അദ്ദേഹം നിസ്കാരം തുടർന്ന് സലാം വീട്ടും. സലാം വീട്ടിയപ്പോഴാണ് അദ്ദേഹത്തിന് എന്ത് മനസ്സിലാവുക? ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നതാണ്. കാരണം അത്രയും ഖുശൂഅോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുക? നിസ്കരിക്കുക എന്നാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ചുറ്റുഭാഗത്ത് നടക്കുന്നത് എന്തല്ല അവരൊന്നും തിരിച്ചറിയുന്നേ ഇല്ല. ആ കോലത്തിലായിരിക്കും അവരുടെ നിസ്കാരം എന്നാണ്. അതേപോലെ തന്നെ മറ്റൊരു
താബിഈ പണ്ഡിതനോട് ചോദിക്കുന്നുണ്ട്, ഈച്ചയും മറ്റുമൊക്കെ വരുമ്പോൾ നിങ്ങളതിനെ തട്ടി മാറ്റാറില്ലേ എന്നാണ്. അദ്ദേഹം പറയുന്ന മറുപടി ഭയങ്കര പ്രസക്തമായ മറുപടിയാണ്. അദ്ദേഹം പറയുന്നത്, അള്ളാഹുവിൻ്റെ മുന്നിൽ ഞാൻ നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടി വന്ന് എന്നെ ഈ രൂപത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഞാൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയിലേക്ക് തിരിയുകയാണോ ഞാൻ ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നുള്ളത്. അപ്പം അത്രയും ഖുശൂ ആയിരുന്നു അവരുടെ നിസ്കാരത്തിൽ ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഒരു ഖുശൂ ഉണ്ടാകണമെങ്കിൽ ഒന്ന് നമ്മൾ സമയം എടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടേതായ സമയമെടുത്ത് പതുക്കെ എന്ത് ചെയ്യണം, നിസ്കരിക്കണം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്, 60 വർഷം നിസ്കരിച്ചിട്ട് എന്ത് ചെയ്തിട്ടില്ല, അദ്ദേഹത്തിൻ്റെ 60 വർഷത്തെ നിസ്കാരം അല്ലാഹു സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, 60 വർഷം നിസ്കരിച്ചിട്ട് ആ നിസ്കാരം സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര നഷ്ടമാണത്. അപ്പം അവിടെ ആ വ്യക്തിയിലില്ലാതെ പോയത് തുമഅ്നീനത്താണ്, അടങ്ങി താമസിക്കുക. ആ അടങ്ങി താമസിക്കലിൽ എന്തുണ്ട്, നല്ല ഖുശൂഅ് ഒരാൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ആ അടങ്ങി താമസിക്കൽ ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ നിസ്കാരം സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ്. അപ്പോൾ അവിടെ നിസ്കാരത്തിന് നമ്മൾ ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആരുടെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ആ നൃത്തം നിൽക്കേണ്ടതെന്നാണ്. ഇതേ നൃത്തം ഞാൻ എന്ത് ചെയ്യും, നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ വേറൊരു നൃത്തം എനിക്ക് നിൽക്കാനുണ്ട് എന്ന ചിന്തയിൽ നിൽക്കുമ്പോഴാണ് ആ നിസ്കാരത്തിൽ എന്താണോ ലഭിക്കേണ്ടത് അത് നമുക്ക് ലഭിക്കുക എന്നാണ്. അപ്പോൾ അതാണ് വല അൻതും ആബിദൂന മാ അഅബുദ്, ഞാൻ ആരാധിക്കുന്നതിന് എന്ത് ചെയ്യുന്നില്ല, നിങ്ങളും ആരാധിക്കുന്നില്ല എന്നാണ്. അപ്പോൾ ഇഖ്ലാസ് ഇല്ലാത്തത് കൊണ്ടാണ് ആ രൂപത്തിൽ ആ ആയത്തിൽ പ്രതിപാദിക്കപ്പെട്ടത്. ഇനി അടുത്തത് വല അന ആബിദുൻ മാ അബത്തും, വല അന ആബിദുൻ, ഞാനും ആരാധിക്കുന്നില്ല, മാ അബത്തും, നിങ്ങൾ ആരാധിച്ചതിനെ എന്നാ പറയുന്നത്. അപ്പം അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് എന്താ, മാ അബത്തും, അതായത് അവിടെ ഉപയോഗിച്ച ക്രിയ എന്നത് മാദിയായ പദമാണ്, മാദിയായ ക്രിയയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് അവരെന്ത് ചെയ്തിട്ടുണ്ട്, ആരാധിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താണ്. അവർ തീർച്ചയായും ആരാധിച്ചിട്ടുണ്ട്. ആരെ, അള്ളാഹു അല്ലാത്തവരെ. അവരെന്ത് ചെയ്യൂല, ഞാൻ ആരാധിക്കുകയില്ല എന്നാണ്, ഞാൻ ആരാധിക്കുകയില്ല. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ആയത്ത്, രണ്ടാമത്തെ ആയത്തും മൂന്നാമത്തെ ആയത്തും തമ്മിൽ എന്തുണ്ട്, രണ്ടാമത്തെ ആയത്തും നാലാമത്തെ ആയത്തും തമ്മിൽ സാമ്യത ഉണ്ട്. രണ്ടാമത്തെ ആയത്തിൽ പറയുന്നത് ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കൂല. നാലാമത്തെ ആയത്തിലോ വലാ അന ആബിദുൻ മാ അബത്തും, നിങ്ങൾ ആരാധിച്ചതിനെ ഞാൻ ആരാധിക്കുകയില്ല. രണ്ടും നാലും ആയത്തും തമ്മിൽ സാമ്യത ഉണ്ട്, പക്ഷെ വ്യത്യാസമുണ്ട്. അതായത് രണ്ടും മൂന്നും, രണ്ടാമത്തെ ആയത്തിലും മൂന്നാമത്തെ ആയത്തിലും പറയുന്നത് ഞാൻ ഇപ്പം എന്ത് ചെയ്യൂല, ആരാധിക്കൂല എന്നാണ്. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നില്ല, ആരാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ 4ലും 5ലും പറയുന്നത് ഇനി എന്ത് ചെയ്യൂല, ഇനി അങ്ങോട്ട് ഞാൻ ആരാധിക്കുകയില്ല എന്നാണ്. അപ്പം അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറയാൻ സാധിക്കുന്നത് നബി ആയതുകൊണ്ടാണ്. അതിൽ നിന്ന് എന്ത് മനസ്സിലാകാം, നബി ഒരിക്കലും എന്ത് ചെയ്യൂല, ഇത്തരം വിഷയത്തിൽ വഴി തെറ്റുകയില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചു വെക്കും എന്നതാണ്. അതാണ് വല അന ആബിദുൻ മാ അബത്തും, നിങ്ങൾ ആരാധിച്ചതിനെ ഞാൻ എന്ത് ചെയ്യൂല, ആരാധിക്കുന്ന ഒരവസ്ഥയുണ്ടാവുകയില്ല. വല അൻതും ആബിദൂന മാ അഅ്ബുദ്, വല അൻതും ആബിദൂൻ, നിങ്ങൾ ആരാധിക്കുന്നില്ല, മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നതിനെ. വീണ്ടും എന്ത് ചെയ്യാണ്, അത് പറയാം, വീണ്ടും തീർച്ചപ്പെടുത്താണ്. അതായത് ഇനി ഭാവിയിൽ എന്ത് ചെയ്യൂല, അങ്ങനെ ഒരു അവസ്ഥ നിങ്ങളിൽ നിന്ന് ഉണ്ടാകുകയില്ല എന്നാണ്. സൂറത്ത് സുഖ്റുഫിലെ 26, 27 ആയത്തിൽ പറയുന്നുണ്ട്, ഇന്നനി ബറാഉം മിമ്മാ തഅ്ബുദൂൻ ഇല്ലല്ലദീ ഫതറനി. ഇബ്രാഹിം നബിയുടെ വാക്കാണ്. ഇബ്രാഹിം നബി പറയുന്നത് എന്താ, ഇന്നനി ബറാഉം മിമ്മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ തൊട്ട് ഞാൻ എന്താണ്, ഞാൻ ബറാഅൻ, ഞാൻ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നവനാണ്. എന്നാലോ ഇല്ലല്ലദീ ഫതറനി, എന്നെ സൃഷ്ടിച്ചവനാരോ അവനെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി അതിൻ്റെ അവസാനത്തെ ആയത്ത് ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീന്, വലിയ ദീൻ, നമുക്ക് നമ്മുടെ ദീൻ എന്നാണ്, എനിക്ക് എൻ്റെ ദീൻ എന്നാണ്. അപ്പോൾ ഇവിടെ ദീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കുഫറുമായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പോകാം, നമുക്കെന്താണ്, നമ്മുടെ ഇസ്ലാമാണ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂറത്ത് യൂനുസിൽ സമാനമായ ആയത്ത് പറഞ്ഞിട്ടുണ്ട്. വഇൻ കദ്ദബൂക, അവർ നിന്നെ കളവാക്കിയാൽ ഫഖുല്ലി, നീ അവരോട് പറയണം അമലി, എനിക്കെന്തുണ്ട്, എൻ്റെ പ്രവർത്തനത്തിനുള്ള പ്രതിഫലം എനിക്കുണ്ട്. വലക്കും അമലുക്കും, നിങ്ങൾക്ക് നിങ്ങൾ എന്താണോ ചെയ്തത് അത് നിങ്ങൾക്കുണ്ട്. അൻതും ബരീഊന മിമ്മാ അഅമൽ വ അന ബരീഉം മിമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ തൊട്ട് ഞാൻ എന്താണ്, ഞാൻ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു, അതേപോലെ തന്നെ ഞാൻ പ്രവർത്തിക്കുന്നതിനെ തൊട്ട് നിങ്ങളും ചെയ്യുന്നു,
വിട്ടുനിൽക്കുന്നു എന്ന് പറഞ്ഞു എന്നാണ്. അതേപോലെ സൂറത്തുൽ ഇസ്രായിലെ 84-ാമത്തെ ആയത്ത് കുൽ കുല്ലുൻ യഅമലു അലാ ശാകിലതിഹി ഫറബ്ബുകും അഅലമു ബിമൻ ഹുവ അഹ്ദാ സബീല. എല്ലാ ആളുകൾക്കും അവരെന്താണോ പ്രവർത്തിക്കുന്നത് അതെന്ത് ചെയ്യും? അവർക്ക് ലഭിക്കും. നിങ്ങളുടെ റബ്ബ് ഏറ്റവും കൂടുതൽ അറിയുന്നവനാണ് ആരാണ് സന്മാർഗം പുൽകിയിട്ടുള്ളത്, സന്മാർഗം സ്വീകരിച്ചിട്ടുള്ളത് എന്ന്. അപ്പം എന്ത് ചെയ്യും? റബ്ബ് തീരുമാനിച്ചു കൊള്ളും നമ്മുടെ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും ശരിയായ പാതയിലുള്ളത് എന്ന് എന്ത് ചെയ്യാറുണ്ടായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ആയത്ത് ഓതിക്കൊടുക്കാറുണ്ടായിരുന്നു എന്നാണ്. അപ്പം ഇവിടെ പൂർണ്ണമായും എന്ത് ചെയ്യാണ്? അവരുടെ ദീനിൽ നിന്നുള്ള ബറാഅത്താണ്. പൂർണ്ണമായും അവരുടെ ദീനിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന ഒരു ആശയമാണ് ഈ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എല്ലാ അവിശ്വാസികളിൽ നിന്നും എന്ത് ചെയ്യണം? നമ്മൾ വിട്ടു നിൽക്കണം. പ്രത്യേകിച്ചും അവരുടെ മതപരമായ കാര്യത്തിൽ നിന്ന് എന്ത് ചെയ്യണം? നമ്മൾ വിട്ടു നിൽക്കുക തന്നെ വേണം. നമ്മൾ വിട്ടു നിൽക്കുക തന്നെ വേണം. അവരോട് അതിലൊരു സാദൃശ്യം പുലർത്തുക എന്നുള്ളത് എന്തല്ല, ഒരു മുസ്ലിമിന് യോജിച്ചതല്ല എന്നതാണ്. അപ്പം ചിലപ്പോൾ എന്ത് ചെയ്യും? അത്തരത്തിലുള്ള സാദൃശ്യം അവൻ ഇസ്ലാമിൻ്റെ ലേബലിൽ നിന്ന് തന്നെ, ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്ന് തന്നെ എന്ത് ചെയ്യും? പുറത്താക്കുന്ന അവസ്ഥയുണ്ടാകും എന്നതാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ കുഫറിൽ നമുക്ക് തൃപ്തിപ്പെടാൻ പറ്റുമോ? ഇല്ല, നമുക്ക് തൃപ്തിപ്പെടാൻ പറ്റൂല. അതാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള പറഞ്ഞത്, ആരെങ്കിലും ഒരാൾ അവരുടെ അവിശ്വാസത്തിൽ ആരെങ്കിലും ഒരാൾ വിശ്വസിക്കുകയോ അവരവിശ്വാസിയല്ല എന്ന് പറയുകയോ അതല്ലെങ്കിൽ അവരുടെ അവിശ്വാസത്തിൽ സംശയം പുലർത്തുകയോ അതല്ലെങ്കിൽ തൃപ്തിപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അവനും ആരാണ്? അവിശ്വാസിയാണെന്ന്. അവനും അവിശ്വാസിയാണ്. മൻ ശക്ക ഫീ കുഫ്രിഹിം ഔ സ്വഹഹ മദ്ഹബഹും. അവരുടെ കുഫ്റിനെ എന്ത് ചെയ്തു? അവൻ ശരിപ്പെടുത്തി. ഒന്നുകിൽ ശരിപ്പെടുത്തിയതാണ്, അതല്ലെങ്കിലോ അവനക്ക് സംശയമുണ്ട്, അതല്ലെങ്കിൽ അവർ മുശ്രിക്കാണെന്ന് എന്ത് ചെയ്തില്ല, അവൻ പറഞ്ഞില്ല എന്നാണ്. ഇതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഉള്ള യഹൂദികൾ, നസ്രാനികൾ, ഇവർ കാഫിര്യങ്ങളാണോ എന്ന് ചോദിച്ചാൽ നമുക്കുള്ള മറുപടി എന്താ? കാഫിര്യങ്ങളാണ്, ഉറപ്പാണ്, യാതൊരു സംശയമില്ല. കാരണം വിശുദ്ധ ഖുർആൻ അവരെ വിശേഷിപ്പിച്ചെന്താ? അവർ അവിശ്വാസികളാണ്, കാഫിറുകളാണ് എന്നാണ്. അപ്പോൾ അവിടെ മല്ലം യുകഫിരിൽ മുശ്രിക്കീൻ, അള്ളാഹു കാഫിറാക്കാത്തവരെ നമ്മൾ കാഫിറാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ആരാകും? അവിശ്വാസിയായി മാറും എന്നതാണ്. കാരണം അള്ളാഹു അവർ അവിശ്വാസിയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം, ഖുർആനിനെ സത്യപ്പെടുത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയേണ്ടത്? അവർ അവിശ്വാസിയാണ് എന്നാ പറയേണ്ടത്. അവർ അവിശ്വാസിയാണ്. ഇനി അടുത്തതോ മല്ലം യുകഫിരിൽ മുശ്രിക്കീന ഔ ശക്ക ഫീ കുഫ്രിഹിം, അതായത് അവരുടെ കുഫ്റിൽ ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. ഒരാൾക്ക് സംശയം, യഹൂദികളിൽ എന്തൊക്കെയോ ഒരു ശരി ഉണ്ടാകാൻ എന്തുണ്ട്? അവരും ശരിയായിരിക്കാം. ചില ആൾക്കാർ അങ്ങനെ സംസാരിക്കാം, അവരിലെന്തുണ്ട്? അവരിലും ശരിയുണ്ട് എന്നുള്ളതല്ല, മറിച്ച് അവരും ശരിയായിരിക്കാം, ദീനും ശരിയായിരിക്കാം എന്ന ഒരു സംശയത്തിൽ നിന്ന് വാക്ക് വന്നാൽ പോലും അവൻ എന്താണ്? ഓന് അവിശ്വാസിയായി മാറുന്നു. കാരണം യഖീനോടുകൂടി, പൂർണ്ണ ബോധ്യത്തോടുകൂടി വിശ്വസിക്കേണ്ട കാര്യമാണ് എന്ത്? ഇസ്ലാം മാത്രമാണ് ശരിയെന്നത്, ഇസ്ലാം മാത്രമാണ് ശരിയെന്നത്. ഇനി അതിനേക്കാളും കടന്ന ചിന്തയാണെന്ത്? ഔ സഹഹ മദ്ഹബും, എല്ലാം ശരിയാണ്, അതും ശരി, ഇതും ശരി, ഈ മതവും ശരി, എല്ലാ മതങ്ങളും ശരിയാണ്, എല്ലാ മതങ്ങളും ഒന്നിലേക്കാണ് ക്ഷണിക്കുന്നത് എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട് ചില ആളുകൾ? സാഹോദര്യത്തിൻ്റെ അങ്ങേ പടി എന്നൊക്കെ വേണം എന്ത് ചെയ്യാം പറയാം. ആളുകളുടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അങ്ങനെ ചെയ്യുന്നത്. ആളുകളുടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള കളികളാണ്. അപ്പോൾ അതും പ്രശ്നമാണ്. എല്ലാം ശരി എന്ന് പറയുന്നതാണ് എന്ത്? സർവമത സത്യവാദം എന്നത്. അപ്പോൾ അതും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരാൾ വാദിച്ചു കഴിഞ്ഞാൽ ഓൻ എവിടേക്കെത്തും? അവിശ്വാസത്തിലേക്ക് അവൻ എത്തിപ്പെടും എന്നതാണ്. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. നമ്മൾ അള്ളാഹുവും റസൂലും അവിശ്വാസികളായി കണ്ട ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം? അവിശ്വാസികളായി കാണണം. ചില ആളുകൾ, പ്രത്യേകിച്ചും ചില യുവാക്കൾ, ഇപ്പോഴുള്ള കുറച്ചു കാലമായിട്ട് ഇങ്ങനെ കടന്നു വന്ന ആളുകൾ എന്ത് ചെയ്യാറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാക്ക് വെച്ചുകൊണ്ട്, അതായത് ഈ ആശയം വെച്ചുകൊണ്ട് അവർ പറയാറുള്ള കാര്യമാണ് നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ. അപ്പോൾ അവരിൽ എന്തുണ്ട്? ഷിർക്കുണ്ട്. ഷിർക്ക് അവരിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അവരിൽ ഷിർക്ക് സംഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് അവർ മുശ്രിക്കാണ് എന്ന് പറയാത്ത ആളുകൾ ഓൻ മുശ്രിക്കാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്തല്ല? അത് ശരിയല്ല എന്നുള്ളതാണ്. അത് ശരിയല്ല. കാരണം ഖുർആനിൻ്റെ നസ്സിൽ ഇജ്മാഅോടുകൂടി ഒരാൾ കുഫ്റാണ് എന്ന് വന്ന വിഷയം, അതായത് യഹൂദികളുടെ വിഷയത്തിൽ ഖുർആൻ നസ്സ് വന്നതാണ്, ക്രിസ്ത്യാനികളുടെ വിഷയത്തിൽ നസ്സ് വന്നതാണ്. അങ്ങനെ നസ്സ് വന്ന വിഷയത്തെ നിഷേധിച്ചവൻ്റെ വിഷയമാണെന്ത്? കുഫറിലേക്ക് എത്തും എന്നുള്ളത്. അതല്ലാതെ ഇവിടെയുള്ള നമ്മുടെ നാട്ടിലുള്ള ഇവരുടെ അവസ്ഥയല്ല, മറിച്ച് ഇവരുടെ അവസ്ഥകൾ അതിൽ നിന്ന് ഭിന്നമാണ്.
അതിൽ നിന്ന് വ്യത്യാസപ്പെടും. ചില ആളുകൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളോടൊന്ന് ഇങ്ങനെ ചോദിക്കും, ഒരു വീഡിയോ ഇങ്ങനെ കാണിച്ചു തരും, ഒരു കുഫറിന്റെ വർത്താനം പറയുന്ന വീഡിയോ ആയിരിക്കും, ഇത് ചോദിക്കും ഇയാൾ കാഫിറാണോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പറയും ഒരാളെ കുഫർ എന്ന് വിധിക്കണമെങ്കിൽ എന്തുണ്ട്, അതിൻ്റെതായ നിയമങ്ങളുണ്ട്, മാനദണ്ഡങ്ങളുണ്ട്. അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, വിധിക്കാൻ പറ്റൂല. അത് ഒരു കൂട്ടം പണ്ഡിതന്മാരിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണെന്ന് പറയുമ്പോൾ പറയും നിങ്ങൾ ഇദ്ദേഹത്തെ കാഫിറാക്കിയിട്ടില്ല, നിങ്ങളും കാഫിറാണ് എന്ന് പറയുന്ന അതിതീവ്ര വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. അതിതീവ്ര വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട് എന്നാണ്. അത് വളരെ ദോഷമാണ് എന്ത് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ അത് നുസൂസിനെ, ആയത്തുകളെയും ഹദീസുകളെയും വ്യാഖ്യാനിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് എന്ത് ചെയ്യുക അവരെത്തിപ്പെടുക എന്നാണ്. അപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് എന്ത് ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു ആശയം പറഞ്ഞിട്ടില്ല എന്നതാണ്. അങ്ങനെ ഒരു ആശയം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു ബഹുസ്വര സമൂഹത്തിലാണ് ജീവിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അവരോട് മുഷാബഹത്ത് ഉണ്ടാകാൻ പാടില്ല. പല വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് നൽകുന്നുണ്ട്. ലതത്തബിഅന്ന സുനനല്ലദീന മൻ ഖബ്ലകും, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ അവിശ്വാസികളുടെ ചര്യ എന്ത് ചെയ്യും, നിങ്ങൾ സ്വീകരിക്കും. ഷിബ്റൻ ബിഷിബ്രിൻ ദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ സലകു ജുഹ്റ റബ്ബിൻ ലസലക്തുമൂഹു, ഒരു ഉടുമ്പിന്റെ മാളത്തിലേക്കാണ് അവർ പ്രവേശിച്ചതെങ്കിൽ നിങ്ങളും ചെയ്യും പ്രവേശിക്കുന്ന. അപ്പോൾ ഇന്ന് മുസ്ലിമീങ്ങളുടെ അവസ്ഥ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിശ്വാസികൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും നമ്മെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്നത് നമ്മൾ ചെയ്യാന്നുള്ളത് എന്തല്ല, നമ്മുടെ ദീനിൻ്റെ ഭാഗമല്ല എന്നുള്ളതാണ്. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിന് എന്തുണ്ട്, മുസ്ലിമിൻ്റെതായ ഐഡൻറ്റിറ്റി ഉണ്ട്. അപ്പോൾ ആ ഐഡൻറ്റിറ്റിയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്നത്. നമ്മൾ അവരെ ഇങ്ങനെ പിൻപറ്റി അവസാനം അവരുടെ ഒരുപാട് ആശയങ്ങൾ എന്ത് ചെയ്യും നമ്മുടെ ദീനിലേക്ക് വരെ കടന്നു വരുന്ന അവസ്ഥയുണ്ടാകും എന്നതാണ്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരെങ്കിലും ഒരു സമൂഹത്തോട് സാദൃശ്യം വെച്ച് പുലർത്തിയാൽ അവൻ ആരിൽപ്പെട്ടവനാണ്, അവൻ അവരിൽപ്പെട്ടവനാണ് എന്നതാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഇസ്സത്തുണ്ട്, നമുക്കൊരു പ്രതാപമുണ്ട്. ആ പ്രതാപത്തിൽ നിലകൊള്ളേണ്ട ആളുകളാണ് നമ്മൾ. അതേപോലെ തന്നെ അവിശ്വാസികളുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങൾ, ആ ആഘോഷങ്ങളുടെ വിഷയത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഏറെ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഏറെ ശ്രദ്ധ ജാഗ്രതയും ഒക്കെ പുലർത്തേണ്ടതുണ്ട്. നമ്മുടെ ഈമാനിന് തന്നെ എന്ത് ചെയ്യും, അത് സാരമായ പരിക്കുകൾ ഉണ്ടാക്കും എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതല്ലെങ്കിൽ നമുക്കെന്ത് ചെയ്യും, നല്ലൊരു നഷ്ടം ആ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ അതാണ് ആ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് ഹദീസുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ യഹൂദികളോട് എതിരാകണം, നിങ്ങൾ നസ്രാനികളോട് എതിരാകണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഹദീസുകളിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ദീൻ നമ്മോട് ആവശ്യപ്പെടുന്നതാണെന്ത്, അവിശ്വാസികളിൽ നിന്ന്, അവരോട് സാദൃശ്യം വെച്ച് പുലർത്തുന്നതിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം എന്നുള്ളത്. അപ്പം അങ്ങനെ വിട്ടു നിൽക്കുമ്പോഴാണ് ഇസ്ലാമിൻ്റെ തനതായ ആശയം നമുക്ക് ബോധ്യപ്പെടുകയും അതിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയും ഇസ്ലാമാണ് ഏറ്റവും ശരിയായത്, ഇസ്ലാമാണ് ഏറ്റവും നല്ലതിലേക്കും ഏറ്റവും നല്ല സ്വഭാവത്തിലേക്ക് നയിക്കുന്നത് എന്നെന്ത് ചെയ്യാം മനസ്സിലാക്കുക. ഒരു അവിശ്വാസിയുടെ ആദർശം, അതല്ലെങ്കിൽ ഒരു അവിശ്വാസി സ്വീകരിച്ചു പോകുന്ന ചില കാര്യങ്ങളുണ്ടാവും, അത് നമ്മൾ സ്വീകരിക്കുക എന്നതിൻ്റെ പിന്നിലുള്ള ഒരു മെസ്സേജ് എന്താ? കാരണം ഇസ്ലാമിൽ എന്തില്ല, ഇസ്ലാമിലൊന്നും ഇങ്ങനത്തൊന്നും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇവരിൽ നിന്ന് നമ്മൾ കടമെടുക്കുന്നു എന്നാണല്ലോ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മെസ്സേജ്. അപ്പം അതിൻ്റെ ആവശ്യം എന്തില്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇസ്ലാമിലെല്ലാം വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെന്നാണ്. ഏത് വസ്ത്രമാണ് ധരിക്കേണ്ടത്, ഏതാണ് നല്ല വസ്ത്രം, എങ്ങനെയാണ് അവൻ പെരുമാറേണ്ടത് എന്നിങ്ങനെ ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ നിന്ന് വിട പറഞ്ഞിട്ടുള്ളത് എന്നാണ്. അപ്പം അതാണ് ആ സൂറത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിശദീകരണം. അതിൻ്റെ അർത്ഥങ്ങളും ആശയങ്ങളൊക്കെ നമ്മൾ കൃത്യമായി പഠിക്കുക. അതോടൊപ്പം തന്നെ അമാനി മൗലവിയുടെ തഫ്സീർ വായിക്കാൻ സാധിക്കുന്ന ആളുകൾ അതും എന്ത് ചെയ്യാം, ഒന്ന് വായിച്ചു നോക്കുക. പിന്നെയുള്ളത്, ആ സൂറത്ത് പാരായണം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അർത്ഥങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ മനസ്സിൽ അത് കൃത്യമായി ഓർത്തെടുക്കണം എന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പഠനം ആരംഭിച്ചത് തന്നെ, അർത്ഥങ്ങളും ആശയങ്ങളും എന്ത് ചെയ്യുക, മനസ്സിൽ ഓർത്തെടുക്കുക എന്നുള്ളതാണ്. കാരണം എന്താണോ പറയുന്നത് അത് തിരിച്ചറിഞ്ഞാൽ എന്തുള്ളൂ, നമ്മുടെ നിസ്കാരത്തിന് ആ നിസ്കാരം വളരെ കൃത്യമായ നിസ്കാരമായി മാറുള്ളൂ എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിലൊക്കെ പറയുന്നത്,
ഒരായത്ത് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, ആവർത്തിച്ച് പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. കാരണം അതിൻ്റെ ആശയം ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. അത്രയും വലിയ ആശയം എന്ത് ചെയ്യുന്നുണ്ട്, അതിലടങ്ങിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് എന്നാണ്. ഒരു കുടുംബക്കാരൻ ആയിഷ റളിയല്ലാഹു അൻഹയെ കാണാൻ വരും. ഇപ്പോൾ ഒരായത്ത് ഓതുന്നുണ്ടാവും, ആയത്ത് ആവർത്തിച്ചിട്ട് ഓതും. ആയിഷ റളിയല്ലാഹു അൻഹ അത് നിർത്തുന്നില്ല, ഇങ്ങനെ ഓതുകയാണ്. അങ്ങനെ സമയം ഒരുപാടായി. അദ്ദേഹം പറയും, ഞാൻ ജോലി കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് ജോലിക്ക് പോകും. ആ ജോലി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ആയിഷ റളിയല്ലാഹു അൻഹ അതേ ആയത്ത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ബോധ്യപ്പെടുന്നത് ആശയങ്ങൾ അറിയുക എന്നതും എന്താണ്, വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് വിശുദ്ധ ഖുർആൻ, അള്ളാഹു എന്താണ് നമ്മോട് സംസാരിക്കുന്നത് എന്നത് എന്ത് ചെയ്യുള്ളൂ, ബോധ്യപ്പെടുകയുള്ളൂ എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കേട്ടതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മുടെ ഈ ഒരു കൂടിയിരുത്തം അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.